അർബുദരോഗിയായ ഭർത്താവിന്റെ മരണത്തിന് ശേഷവും അയൽ വീട്ടിലെ ശല്യക്കാരനായ നായക്കെതിരെ പോരാട്ടവുമായി കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിനി. തിരുവണ്ണൂർ മനാരിയിലെ സീനത്താണ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ പരാതിയിൽ തീരുമാനം ആവശ്യപ്പെട്ട് രംഗത്തുള്ളത്. അയൽ വീട്ടിലെ നായയുടെ കുര കാരണം അർബുദരോഗിയായ ഭർത്താവിനെയും കൊണ്ട് വയനാട്ടിലേക്ക് പോകേണ്ടി വന്നു സീനത്തിന്. ഭർത്താവിന്റെ മരണശേഷവും പരിഹാരം ലഭിച്ചില്ല. അർബുദം ശരീരത്തെ കാർന്നു തിന്നുന്ന വേദനയിലും നന്നായി ഒന്നുറങ്ങണമെന്നായിരുന്നു അഷ്റഫിന്റെ ആഗ്രഹം. എന്നാൽ അയൽവാസിയായ റോയിയുടെ നായയുടെ കുര അഷ്റഫിന്റെ ഉറക്കം കെടുത്തി. സമാധാനമായി ഒന്നുറങ്ങാൻ പറ്റാതെയാണ് അഷ്റഫ് മരണത്തിന് കീഴടങ്ങിയത്. മരിക്കണ ആ സമയത്ത് ജൂലൈ 12 നായ ഇങ്ങനെ കുറയ്ക്കായിരുന്നു. അപ്പം പറഞ്ഞു, ഞാൻ വയനാട്ടിൽ കിടന്നുറങ്ങിയ സുഖത്തിൽ എവിടെയും കിടന്നുറങ്ങിയിട്ടില്ല എന്ന്. കാരണം 10-20 കൊല്ലമായിട്ട് ഞങ്ങൾ ഇത് സഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രമാത്രം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഈ പരാതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്. അർബുദബാധിതനായ അഷ്റഫിന് ഒന്നുറങ്ങാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകേണ്ടി വന്നു ഈ കുടുംബത്തിന്. കിടക്കാൻ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട്, രോഗിക്ക് ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് കുടിയേറേണ്ടി വന്നത്. മെയ് 5 അവൾ അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞങ്ങൾ കീമോ ചെയ്യാൻ MPRലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരികയാണ് 5 മണിക്കൊക്കെ എണീറ്റിട്ട്. കാരണം ചുരം ബ്ലോക്ക് ആയാലും ഇവിടെ എത്താൻ നേരം വൈകുന്നുള്ളതുകൊണ്ട്. ആദ്യമൊക്കെ അയൽവാസിയോട് അപേക്ഷിച്ചെങ്കിലും പിന്നീട് നിയമ പോരാട്ടത്തിന് തീരുമാനിച്ചു കുടുംബം. പരാതി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ലഭിച്ചു. നായയുടെ കൂടെ മാറ്റാൻ ഉത്തരവ് വന്നെങ്കിലും ഇത് പരിഹാരമല്ലെന്ന് സീനത്ത് പറയുന്നു. ഈ 15 മീറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നായ ഈ അലറണത്. എവിടെ നിന്ന് അലറിയാലും ഞങ്ങൾക്ക് കേൾക്കും. അപ്പം ഇങ്ങനെ വലിയ ശബ്ദത്തിലുള്ള നായ പോറ്റുന്നത് നിരോധിക്കാനും, ഒപ്പം തന്നെ നായൻ്റെ സൗണ്ടിൻ്റെ ഡെസിബൽ ഒന്ന് പരിശോധിച്ചിട്ട് മാത്രം വീട്ടുകാർ പോറ്റിയാൽ മതി എന്നുള്ള ഉത്തരവും പുറപ്പെടുവിക്കാനുള്ള മനസ്സാന്നിധ്യം അല്ലെങ്കിൽ ഭരണകൂട സ്ഥാപനങ്ങൾ കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഞാനിത് വെക്കുകയാണ്. ഇനിയുള്ള കാലം തനിക്കെങ്കിലും സമാധാനമായി സ്വന്തം വീട്ടിൽ ഉറങ്ങണമെന്ന ആവശ്യം മാത്രമാണ് ഇപ്പോൾ സീനത്തിനുള്ളത്. മീഡിയ 1 കോഴിക്കോട്.